എം സന്തോഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സന്തോഷ്, മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതിൽ പ്രധാനമായി എനിക്ക് തോന്നിയത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. കാരണം കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ ഒന്ന് നിർത്തേണ്ടതല്ലോ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അത് ഒരു മന്ത്രിയുടെ മാത്രം വാക്കുകളല്ല. അർജുനെ നമ്മളൊക്കെ ഒരു മലയാളിയുടെ വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം രക്ഷാപ്രവർത്തനം അങ്ങനെ നിർത്തേണ്ടതല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്കൊരു വലിയ പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട്. സന്തോഷ്. തീർച്ചയായും ഈ ഒരു പ്രതികൂല കാലാവസ്ഥ കനക്കുന്ന സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞത്. ഇവിടെ നടക്കുന്നത് ഒരു ദുരന്തമുണ്ടായ പ്രവർത്തനമാണ്. കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും ആ രക്ഷാദൗത്യം അതേപടി തുടരണം. ഏതെങ്കിലും തരത്തിൽ ചില മാർഗങ്ങൾ അടയുന്നുണ്ടെങ്കിൽ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി അതുവഴി ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം അർജുനെ കാത്ത് ഒരുപാട് പേർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അർജുനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ തുടരണം എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടിയത്. ഇന്നലെ ഈ ഉന്നതതല യോഗത്തിൽ ഇവിടെയുള്ള ഈ ദൗത്യ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും ജില്ലാ കലക്ടറും SP-യും ഒപ്പം തന്നെ കാർവാർ MLA ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പങ്കെടുത്ത ഈ യോഗത്തിൽ വെച്ചാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഈ യോഗത്തിൽ അറിയിച്ചത്. ഈ തിരച്ചിൽ ഏത് കാലാവസ്ഥയിലും പ്രതിസന്ധിയിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അഭ്യർത്ഥനയാണ് കേരളം മുന്നോട്ട് വെച്ചത്. അത് അർജുൻ്റെ കുടുംബവുമായി സംസാരിച്ച് അവരുടെ ഒരു ആവശ്യം ഉൾപ്പെടെ ഈ കർണാടക സർക്കാരിലേക്ക് എത്തിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസിന് ഇന്നലെ ഈ യോഗത്തിൽ വെച്ച് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദൗത്യം ഊർജിതമായി തുടരാനുള്ള പകരം സംവിധാനങ്ങൾ പരമാവധി എത്തിച്ച് തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും കത്തയച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിദഗ്ധരെ ഇവിടേക്ക് എത്തിക്കണം. നേവിയുടെ നാവികസേനയുടെ കൂടുതൽ വിദഗ്ധരെ ഈ സംഘത്തിലേക്ക് എത്തിക്കണം. അതോടൊപ്പം തന്നെ ആധുനിക സംവിധാനങ്ങൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്നാഥ് സിംഗിനോട് കേന്ദ്ര പ്രതിരോധ മന്ത്രിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്താണ് എന്നുള്ളത് ഇന്ന് നമുക്ക് അറിയാം എന്നുള്ള കാര്യം കൂടി മന്ത്രി റിയാസ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ എത്തിയതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ നേട്ടമുണ്ടായത് ഈ കുടുംബത്തിനാണ്. സാധാരണഗതിയിൽ ഈ തിരച്ചിൽ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് കുടുംബാംഗങ്ങളെ പോലും പ്രവേശിപ്പിക്കാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മന്ത്രി ഇവിടെയുള്ള SP-യോടും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോടും എല്ലാം സംസാരിച്ച് ആ കുടുംബത്തിൽ നിന്നുള്ള 3 പേർക്ക് അവിടേക്ക് പാസ് അനുവദിച്ച് ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള അനുമതി നൽകാൻ വേണ്ടി തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ ഉണ്ടാവുക, പ്രത്യേകിച്ച് കുടുംബത്തിന് ഈ ദൗത്യത്തിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ കൂടിയും അവർക്ക് അത് അവരുടെ ഒരു വൈകാരികമായ ആ സ്ഥലത്തുണ്ടാവുക, ഇത് നേരിട്ട് കാണുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. അവിടെ നിൽക്കണം എന്നുള്ള ആവശ്യമാണ്. അതിന് പലവിധ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങളെ അങ്ങോട്ടേക്ക് അനുവദിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ മന്ത്രിയുടെ ഇടപെടലിലൂടെ 3 പേർക്ക് അവർക്ക് കുടുംബത്തിലുള്ളവർക്ക് അവിടെ ദൗത്യ സംഘത്തിനൊപ്പം തന്നെ നിൽക്കാനുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം മന്ത്രി സൂചിപ്പിച്ചത് ഈ കുടുംബത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണമാണ്. നികൃഷ്ടമായിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കാരണം അവരങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യത്വമുള്ള ആളുകൾക്ക് അവരെ ഈ ഘട്ടത്തിൽ ഈ കടന്നാക്രമിക്കാൻ കഴിയില്ല. എങ്കിലും ചിലർ സൈബർ ആക്രമണം ആ കുടുംബത്തിന് നേരെ നടത്തുന്നു. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരക്കാർക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കും. ഇതിനോടകം തന്നെ അങ്ങനെയുള്ള സൈബർ ആക്രമണം പരിശോധിച്ച് ആ കുടുംബത്തിനെതിരെ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് സൂചിപ്പിച്ചത്. ഇനിയുള്ള പുരോഗതിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഷിരൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 9 മണിയോടുകൂടി ഇവിടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം 2 മന്ത്രിമാരും ദൗത്യ മേഖലയിലേക്ക് പോകും. അവിടെ എത്തി ഇതുവരെയുള്ള ദൗത്യത്തിൻ്റെ പുരോഗതി എന്താണ് എന്നുള്ളത് വിലയിരുത്തും. അതിനുശേഷം ഇന്ന് നടക്കുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് ചർച്ച ചെയ്യും. അതിനുശേഷം മാധ്യമങ്ങളെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് കാണും മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി AK ശശീന്ദ്രനും ചേർന്ന് മാധ്യമങ്ങളെ കാണും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പുതിയ കാര്യം മന്ത്രി ഇപ്പോൾ നമ്മളോട് കൈരളി ന്യൂസിനോട് പങ്കുവച്ചത്, ഇന്ന് മറ്റൊരു MLA കൂടി, അതായത് ഇപ്പോൾ MLA-മാരുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടാകും. ഇന്ന് M വിജിൻ MLA ഷിരൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. M വിജിൻ കൂടി ഇനി ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഈ കൃത്യമായ പുരോഗതി വിലയിരുത്താനും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം
അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ ഈ ദൗത്യം അവസാനിക്കും വരെയും ഷിരൂരിൽ തുടരും എന്ന് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ ഇനി ചില സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച ചില വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. അത് ഈ ലോറിയുടെ സ്പോട്ട് സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റിയാണ്. കഴിഞ്ഞ ദിവസം അത് പൂർണ്ണമായും അതിലേക്ക് എത്തിയിട്ടില്ല. കാരണം 2 സ്പോട്ടുകൾ ഇപ്പോൾ നേരത്തെ ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ പുതിയ ഒരു സ്ഥലത്തു കൂടി സിഗ്നൽ ലഭിച്ചതോടുകൂടി 2 സ്പോട്ടുകളാണ് ഇപ്പോൾ ഇവർക്ക് മുന്നിലുള്ളത്. അതിൽ ഏത് സ്പോട്ടിലാണ് വളരെ കൃത്യമായും ഈ അർജുൻ്റെ ലോറി ഉണ്ടത് എന്നുള്ള കാര്യം കൃത്യമായും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഇന്ന് നടത്തും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ പുതിയ സിഗ്നൽ എന്ന് പറയുന്നത് ഇന്നലെ ലഭിച്ച സിഗ്നലാണ്. അത് ആദ്യ ദിവസം നടത്തിയിട്ടുള്ള പരിശോധനയിൽ ആ സിഗ്നൽ കണ്ടെത്തിയിരുന്നില്ല. കാരണം അതിൻ്റെ മറ്റൊരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട ലോറിയുടെ സിഗ്നൽ ലഭിച്ചത്. എന്നാൽ പിന്നീട് ഇന്നലെ അവിടെയുള്ള ഒരു പ്രദേശവാസി അവിടെ ലോറി മുങ്ങുന്നത് കണ്ടു എന്ന ഒരു സ്ഥലത്ത് ഈ അഭിപ്രായം പറഞ്ഞതിനെ തുടർന്ന് ആ പ്രദേശവാസി അത് ഉറപ്പിച്ച് പറയുന്നുണ്ട് അവിടെ ലോറിയുടെ ക്യാബിൻ മുങ്ങുന്നത് കണ്ടു എന്ന്. അങ്ങനെ അവിടെ കേന്ദ്രീകരിച്ച് ഇന്നലെ റഡാറിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശോധനയിൽ അവിടെ സ്ട്രോങ് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അതുവരെയും കരുതിയിരുന്ന ആ സിഗ്നലിനേക്കാൾ കൂടുതൽ ട്രക്കിൻ്റേതിന് സമാനമായ സിഗ്നലാണ് ആ പ്രദേശത്ത് ലഭിച്ചത്. അതുകൊണ്ട് ആ സ്പോട്ടിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. പക്ഷേ ഇതിലേതാണ് എന്നുള്ളത് സാങ്കേതിക വിദഗ്ധർ തന്നെ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം സ്ഥിരീകരിക്കണം. അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായാലേ ആ പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തൂ. അതാണ് ഏറ്റവും പ്രധാനമായി സ്ഥിരീകരിക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇതിൻ്റെ എങ്ങനെ ഇന്നത്തെ തിരച്ചിൽ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിൽ സാധാരണഗതിയിൽ ഈ മണ്ണ് മാറ്റി 2 ബൂം യന്ത്രങ്ങൾ ഇന്നലെ മുഴുവൻ സമയവും പ്രവർത്തിച്ചിരുന്നു. അതിൽ ഒരു ബൂം എക്സ്കവേറ്റർ ഇന്നലെ രാത്രിയോടുകൂടി മടങ്ങി. ഇന്ന് ഒരു ബൂം എക്സ്കവേറ്റർ മാത്രമേ ഉള്ളൂ. ആ മേഖലയിലെ മണ്ണ് മാറ്റുന്നത് പരമാവധി പൂർത്തിയായിട്ടുണ്ട്, മണ്ണ് മാന്തി പരിശോധിക്കുന്നത് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ്, അങ്ങനെ പറഞ്ഞാണ് ഒരു ബൂം തിരിച്ചു പോയത്. ഇനി ഒന്നാണ് ഇവിടെ തുടരുന്നത്. ആ പ്രവൃത്തി അതേ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യും. അതേസമയം ഇന്ന് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പാൻറ്റൂണാണ്. ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എന്ന് പറയുന്നത് വളരെ കനമുള്ള ശക്തിയുള്ള വെള്ളത്തിൽ ഉയർന്ന് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് ഇന്നലെ കാർവാർ MLA പറഞ്ഞത്. 10 ടൺ വരെ ശേഷിയുള്ള ഭാരം താങ്ങാൻ ശേഷിയുള്ള ഫ്ലോട്ടിംഗ് പാൻറ്റൂണാണ് അവിടെ ഇന്ന് സജ്ജമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചില പദ്ധതികളെല്ലാം ഉണ്ട്. ഈ പാൻറ്റൂൺ അവിടെ ആങ്കർ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും താഴേക്ക് പൈപ്പിറക്കി ആ പൈപ്പിൽ പിടിച്ച് നിന്നുകൊണ്ട് ആഴങ്ങളിൽ പരിശോധന നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചും. അതെല്ലാം തന്നെ ദൗത്യം പുതിയ പരീക്ഷണങ്ങളാണ്. അത് പൂർണ്ണമായും വിജയിക്കണം എന്നില്ല. അത്തരത്തിലുള്ള ചില സാധ്യതകൾ തേടും എന്നുള്ള കാര്യം കൂടി ഇന്നലെ കാർവാർ MLA പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു പകരം സംവിധാനങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏറ്റവും ശരിയായ രീതിയിൽ അവിടെ നടക്കേണ്ടിയിരുന്ന പരിശോധന അത് നാവികസേന മുങ്ങൽ വിദഗ്ധർ മുങ്ങി തപ്പിയുള്ള പരിശോധനയാണ്. എന്നാൽ അത് നടക്കാത്തത് കൊണ്ട്, കാലാവസ്ഥയും അടിയൊഴുക്കും കൊണ്ട് അത് നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പകരം സംവിധാനങ്ങൾ പലതും ആലോചിക്കേണ്ടി വരുന്നത്. അതേസമയം തന്നെ മറ്റൊരു സാധ്യതയുള്ളത് ഡ്രഡ്ജിങ്ങിനായിരുന്നു. മണ്ണ് മാറ്റി ഉള്ള ഒഴുക്ക് നിയന്ത്രിച്ചുള്ള ഡ്രഡ്ജിംഗ് ആണ്. എന്നാൽ അത് സാധ്യമല്ല എന്നുള്ള കാര്യം ഇന്നലെ ഈ ജില്ലാ കളക്ടർക്ക് വളരെ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഈ ഡ്രഡ്ജിംഗ് ഉപകരണങ്ങൾ കടലിൽ നിന്നും നദിയിലേക്ക് എത്തിക്കുക അസാധ്യമാണ്. ഒരുപാട് തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ആ സാധ്യത ഇന്നലെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. ഇതുപോലെയുള്ള മറ്റ് സാധ്യതകളാണ് ഇപ്പോൾ തേടുന്നത്. പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. കാരണം അർജുൻ്റെ ലോറിയുടെ ലൊക്കേഷൻ സംബന്ധിച്ച ഒരു ചെറിയ ക്ലാരിറ്റി കുറവ് ഈ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർക്കുണ്ട്. കാരണം പ്രദേശവാസി പറഞ്ഞ ഒരു സ്ഥലത്ത്, അത് സന്തോഷ് വിശദമായി തന്നെ വിശദീകരിച്ചതാണ്, ഈ പ്രദേശവാസി പറഞ്ഞ സ്ഥലത്ത് മൺകൂനയ്ക്ക് സമീപം സിഗ്നൽ കിട്ടിയ സ്ഥിതിക്ക് അവിടെയാണോ പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന 50 മീറ്റർ അകലെയാണോ, എവിടെയാണോ ഉള്ളത് എന്നതിൽ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. അത് എന്തായാലും ഇന്ന് അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുമ്പോഴും രക്ഷാപ്രവർത്തനം പ്രതികൂല
കാലാവസ്ഥയിൽ ഉപേക്ഷിക്കേണ്ടതല്ല എന്ന് പറയുന്ന മന്ത്രിയുടെ വാക്കുകൾ, അതിൽ തന്നെയാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. എന്തായാലും ഒരു 9 മണിയോടൊക്കെ കൂടി മന്ത്രി എ കെ ശശീന്ദ്രൻ ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം കൂടി ഷിരൂരിൽ ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം എന്ത് എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തുക.